ഉയരത്തിൽ നിന്നും വീഴുന്നത്, ആരോ പിന്തുടരുന്നത്, പല്ലു പോകുന്നത്, നഗ്നനായി കാണുന്നത്, പറക്കുന്നത്, പരീക്ഷ, ചലിക്കാനോ സംസാരിക്കാനോ കഴിയാതെ പോകുന്നത്, അരികിലുള്ള ആളെ നഷ്ടപ്പെടുന്നത്, പ്രധാനപ്പെട്ട കാര്യം മിസ് ചെയ്യുന്നത്, അപരിചിതമായ വീടോ സ്ഥലമോ സ്വപ്നത്തിൽ വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് തവണ വരാറുള്ള സ്വപ്നങ്ങളെ കുറിച്ചാണ്. ഇതിലൊന്നു പോലും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ മനുഷ്യനല്ല, വേറെന്തോ ആണ്. ഉയരത്തിൽ നിന്നും വീഴുന്നത് അല്ലെങ്കിൽ സ്ലിപ്പായി വീഴുന്നത് നമ്മളിൽ മിക്കവാറും പേർ കാണുന്ന ഒരു പൊതു സ്വപ്നമാണ്. ഇതിന്റെ കാരണം നമ്മുടെ ഉൾമനസ്സിലെ പേടി, സമ്മർദ്ദം, പരാജയപ്പെടുമോ എന്നുള്ള ഭയമൊക്കെയാണ്. രണ്ടാമത്തെ ഒരു പൊതു സ്വപ്നമാണ് നമ്മൾ ചേസ് ചെയ്യപ്പെടുന്നത്. ചിലപ്പോൾ പാമ്പ് ചേസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ആന, പുലി, മനുഷ്യൻ, ഇങ്ങനെ എന്ത് വേണമെങ്കിലാവാം. ചിലപ്പോൾ പിന്നിൽ നമ്മളൊന്നും കാണില്ല, നമ്മൾ ഓടുന്നതായിരിക്കും കാണുന്നത്. ഈ സ്വപ്നം നമ്മുടെ ഉള്ളിലെ അശാന്തിയാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ഒഴിഞ്ഞുമാറ്റമാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സത്യത്തിൽ നിന്നും ഒക്കെയുള്ള നമ്മുടെ ഒഴിഞ്ഞുമാറ്റമാണ് ഈ സ്വപ്നം ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഒരു സ്വപ്നമാണ് പല്ലു പോകുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ സൗന്ദര്യം, പ്രായമാകുന്നതിന്റെ ആദി, ആത്മവിശ്വാസം കുറയുന്നത്, അതിനെയൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ ബുദ്ധിമുട്ടുകളെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു. നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുള്ളത് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മളെ പിന്തുടരുന്നതാണ്. നാലാമത്തെ ഒരു പൊതു സ്വപ്നമാണ് നമ്മളെ നഗ്നനായി കാണുന്നത്. ഇതിനുള്ള കാരണം നമ്മൾ മറ്റുള്ളവരോട് നുണ പറഞ്ഞിട്ട് മനസ്സിൽ വേറെന്തെങ്കിലും സത്യം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്താവുമോ എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള പേടിയാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ. അഞ്ചാമത്തെ ഒരു പൊതു സ്വപ്നമാണ് പറക്കുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളിൽ നിന്നും മോചനം നേടുന്നതിന്റെ അടയാളമാണ്. നല്ലൊരു സ്വപ്നമാണത്. ആറാമത്തെ ഒരു പൊതു സ്വപ്നമാണ് പരീക്ഷയെക്കുറിച്ചുള്ള. സ്കൂൾ, കോളേജ് കാലം കഴിഞ്ഞ് നമ്മൾ ജോലിക്കൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും നമ്മളിൽ പലരും ഇപ്പോഴും പരീക്ഷ സ്വപ്നം കണ്ട് പേടിക്കുന്നവരാണ്. ഇതിനു കാരണം നമുക്കിപ്പോൾ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്, പക്ഷെ ഇതിനൊന്നും നമ്മൾ പ്രിപ്പയർഡ് അല്ല. പരീക്ഷാ സ്വപ്നങ്ങളൊക്കെ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു ടെററായിട്ടുള്ള സ്വപ്നമാണ് നമ്മുടെ അരികിലുള്ള ആളെ നഷ്ടപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ വേണ്ടപ്പെട്ടവർ മരിക്കുന്ന സ്വപ്നമൊക്കെ കണ്ടിട്ട് എഴുന്നേറ്റിരുന്ന് കരഞ്ഞവരായിരിക്കാം. വിഷമിക്കണ്ട, നമ്മൾ മരണം കണ്ടെന്ന് കരുതി അവർ മരിക്കാനൊന്നും പോകുന്നില്ല. ഒരാളോടുള്ള ആഴത്തിലുള്ള സ്നേഹമാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്വപ്നം കാണാൻ കാരണം. അവരെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റബോധം, ഇതൊക്കെയാണ് അങ്ങനെ ഒരു സ്വപ്നത്തെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പൊതുവായിട്ടുള്ള സ്വപ്നമാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ഇവന്റ്, അതൊക്കെ നഷ്ടമാകുമോ എന്നുള്ള സ്വപ്നം. ഈ ഒരു ഡ്രീം സാധാരണയായിട്ട് റെസ്പോൺസിബിൾ ആയ ആൾക്കാർക്കാണ് ഉണ്ടാവുക. അതുപോലെ മറ്റൊരു കോമൺ സ്വപ്നമാണ് അപരിചിതമായ വീടുകളിലോ സ്ഥലങ്ങളിലോ ഉള്ള സ്വപ്നങ്ങൾ. നമ്മൾ മറ്റൊരു വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നതായിരിക്കാം, നമ്മൾ മറ്റൊരു വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ലൈഫിലെ ചേഞ്ചസിന് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നതാണ്. ഇതിലെ ഓരോ റൂമും, നമ്മളിപ്പോൾ ഒരു വീടാണ് കാണുന്നത്, ഇതിലെ ഓരോ റൂമും ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ലൈഫായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തായാലും സ്വപ്നം നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നതിനും വാർണിംഗ് നൽകുന്നതിനുമുള്ള ബ്രെയിനിൻ്റെ മാജിക്കാണ്. നിങ്ങൾക്കിതിൽ ഏത് സ്വപ്നമാണ് ഉണ്ടായതെന്ന് കമൻറ്റ് ചെയ്യണേ. 50-ൽ താഴെ മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചെറിയൊരു ചാനലാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്